ഹായ് ഹാൾ വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ ഓപ്പൺ ഫയലിൽ ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. ഓപ്പൺ ഫയലിൽ ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സേവ് ചെയ്ത് കാണിച്ചിരുന്നില്ലേ ട്യൂട്ടോറിയൽ കഴിഞ്ഞ പാർട്ട് 3 തോന്നുന്നുണ്ട് നമ്മൾ ചെയ്തതില്ലേ, അതേപോലെ തന്നെ നമ്മൾ ചെയ്ത് വെച്ചത് ഞാൻ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത ശേഷം ഇതിൽ നമുക്ക് ലൈന്, പോളിലൈൻ, സർക്കിൾ എന്താ വെച്ചാൽ എല്ലാം നമുക്കറിയാം. സോ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ അതിൻ്റെ ഓരോരോ പ്രൊസീജിയേഴ്സ്, ലൈൻ എടുത്ത് അതിൽ സർക്കിൾ വരയ്ക്കാൻ നമുക്കറിയാം. എൻ്റർ അമർത്തിയാൽ മതി, സർക്കിളായി. റെക്റ്റാങ്കിൾ വരയ്ക്കാൻ നമുക്കറിയാം. REC എൻ്റർ എടുത്താൽ, D അമർത്തിയാൽ എന്തായി, നമുക്ക് സർക്കിളിന് ഡയമെൻഷൻ കൊടുത്തിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാം. ഇതുവരെയുള്ളതൊക്കെ ക്ലിയർ അല്ലേ? റിവിഷനൊക്കെ കഴിഞ്ഞതാണ്. ടൂൾ ബാർ ആയാലും കോപ്പി ആയാലും കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ടെസ്റ്റ്, അതേപോലെ തന്നെ ഡയമെൻഷൻ അതെങ്ങനെ കൊടുക്കാമെന്നാണ് നോക്കുന്നത്. അതുപോലെ തന്നെ മിറർ ഇമേജും. ഞാൻ നേരത്തെ കണ്ടതിൽ 4 സർക്കിളുണ്ട്. അതിൽ 2 സർക്കിളും ആദ്യത്തെ മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ. മറ്റേത് എപ്പോഴും ഞാൻ മിറർ ഇമേജ് എടുത്തിട്ടാണ് വരയ്ക്കുന്നത്. അത്രയും നമുക്ക് എഫക്റ്റീവായിട്ട്, അതേപോലെ തന്നെ ടൈം കൺസ്യൂമഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മിറർ പറഞ്ഞാൽ എന്താ? റിഫ്ലക്ഷൻ. അതേപോലെ തന്നെ കോപ്പി എന്നൊക്കെ പറയില്ല, അതേപോലെ തന്നെ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. പക്ക പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഡമ്മി ആയിട്ട് ഇവിടെ ചെയ്യുന്നത് സർക്കിളും അതേപോലെ തന്നെ റെക്റ്റാങ്കിളും ഒക്കെ ഉപയോഗിച്ചിട്ട് ഞാനൊരു പിക്ചർ വരച്ചു. അതേപോലെ തന്നെ DR എൻ്റർ അമർത്തിയിട്ട് ഡ്രിമ്മും ചെയ്ത് ബാക്കിയുള്ള എക്സ്റ്റെൻഷൻ ആയിട്ടുള്ള പോർഷൻസ് ഡ്രിമ്മും ചെയ്ത് കളഞ്ഞ് ഒരു ഷേപ്പാക്കി എടുത്തു. ഞാൻ ജസ്റ്റ് ഒരു ഷേപ്പാക്കി എടുത്തു. അങ്ങനെ പറയാൻ ഒരു ഇതൊന്നുമല്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒരു ഷേപ്പിൽ ഞാനെടുത്തിട്ട്. ഇനി ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എക്സ്ട്രാ പോർഷൻസ് എനിക്ക് വേണ്ടതൊക്കെ ഞാൻ ട്രിം ചെയ്തിട്ടും അതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടും ഞാൻ കളഞ്ഞു. ട്രിമ്മും ഡിലീറ്റും പിന്നെ ആർക്കും ഡൗട്ടില്ലാന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ കാണും. അപ്പം നമ്മൾ ഒരു ഷേപ്പാക്കി എടുത്തു. ഈ ഷേപ്പിൻ്റെ പകുതി ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ 2 ഭാഗവും ഒരേപോലെയല്ലേ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മിറർ ഇമേജ് എടുത്തിട്ട് ഇത് സെലക്ട് ചെയ്ത ശേഷം മിറർ ഇമേജ് എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ നേരത്തെ ഡിലീറ്റ് ചെയ്ത പോലെ അത് ആ സ്ഥലത്ത് തന്നെ ഒരു സംഭവം വെച്ചു. ഇത് എവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം കേട്ടോ. അത് ഞാൻ അവിടെ ഒരു ഇത് വെച്ചു. അങ്ങനെ ഒരു ഷേപ്പാക്കി എടുത്തു. ഇപ്പം എന്തായി? നേരത്തെ നമ്മൾ ഡിലീറ്റ് ചെയ്തതിന് അതേപോലെ തന്നെ ആ ഒരു മിറർ ഇമേജ് പറയുന്നത്. അങ്ങനെ മിറർ ഇമേജ് ആയില്ലേ? പിന്നെ മൂവ് ചെയ്യിപ്പിക്കാം, കോപ്പി ചെയ്യിപ്പിക്കാം, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി നമുക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. ഡയമെൻഷനിലേക്കും ടെസ്റ്റിലേക്കും കിടക്കാം. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏത് ഭാഗത്താണോ ഡയമെൻഷൻ കൊടുക്കുന്നത് അവിടെ നിന്ന് DLI എൻ്റർ അമർത്തിയിട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ നമുക്ക് ചെറിയ സ്മാൾ ആയിട്ടുള്ള അത് കാണിക്കുന്നത് നമുക്ക് ഡയമെൻഷൻ്റെ മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി D എൻ്റർ കൊടുത്തിട്ട് മോഡിഫിക്കേഷൻ നമുക്ക് ചെയ്യാവുന്ന ഈസി ആയിട്ടുള്ള സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി വേണമെങ്കിൽ കാണിച്ചു തരാം. ആദ്യം ലൈന്, ടെസ്റ്റ്, അങ്ങനെ എല്ലാത്തിലും നമുക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്യാം. അറേഞ്ച്മെൻറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യാം? ഓക്കെ കൊടുക്കുക, സെറ്റ് കറൻറ്റ് കൊടുക്കുക, ക്ലോസ് ചെയ്യാം. ഇത്ര പണിയുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. അതും കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ, ഇത് നമുക്ക് നമ്മൾ ഡയമെൻഷൻ കൊടുത്തു. ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു ഭാഗത്തിന് നമുക്ക് ഡയമെൻഷൻ പ്രൊവൈഡ് ചെയ്തു. ഇനി നമ്മൾ ടെസ്റ്റും ഇതേപോലെ തന്നെ നമ്മൾ വേറൊന്ന് ഡയമെൻഷൻ ഈ ഭാഗത്തായിട്ട് പ്രൊവൈഡ് ചെയ്തു. ഇതേപോലെ ടെസ്റ്റ് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. മനസ്സിലായില്ലേ? എൻ്റർ അമർത്തിയ ശേഷം ഏത് ഭാഗത്തിൻ്റെ ഡയമെൻഷനാണോ അറിയേണ്ടത് അവിടെ നിന്ന് മറ്റേ ഭാഗത്ത് അതുവരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ. ഇനി നമുക്ക് ടെസ്റ്റ്, ഇത് ട്യൂട്ടോറിയൽ നീട്ടി കണ്ടോ? അതേപോലെ ടെസ്റ്റ് കൊടുക്കാൻ എന്താ ചെയ്യുക? ടെസ്റ്റ് കൊടുക്കാനൊന്നുമില്ല. നമുക്ക് പറഞ്ഞിട്ട് ഇത് കണ്ടോ അവിടെ, അല്ലെങ്കിൽ T എന്നൊരു ലെറ്റർ അടിച്ചാലും നമുക്ക് കിട്ടും. T എന്ന ലെറ്റർ അടിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം? ടെസ്റ്റ് കിട്ടും. മറ്റേതെന്തായിരുന്നു? DLI എൻ്റർ ആയിരുന്നു ഡയമെൻഷൻ. DLI എൻ്റർ എന്ന് അമർത്തിയത് എന്തായിരുന്നു? ഡയമെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റർ കൊടുത്തത് നമുക്ക് ടെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ടെസ്റ്റ് കൊടുക്കാൻ എന്താണ് ചെയ്തത്? നമ്മൾ എൻ്റർ കൊടുത്ത് നമുക്ക് ഇപ്പുറത്ത് നമുക്ക് അതിൻ്റെ ലെങ്ത്ത് അതേപോലെ തന്നെ ഡയമെൻഷൻ മാറ്റാം. അതിന് കൊടുത്തു. ആ ഡയമെൻഷൻ മാറ്റി നമ്മൾ അതിന് ഇത് കൊടുത്തു. പാർട്ട് 4
കൊടുത്തു. നമ്മൾ പാർട്ട് 4 ആണല്ലോ, അപ്പോൾ ഞാൻ പാർട്ട് 4 ജസ്റ്റ് കൊടുത്തു. ഇനി നമുക്ക് അതിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ഞാൻ ഓർത്തോ ഓഫാക്കിയിട്ടോ മൂവ് ചെയ്യിപ്പിച്ചു. അപ്പോൾ തന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ എങ്ങനെ ആറോ എൻ്റർ അമർത്തിയിട്ട് അതിനെ പിടിച്ച് തിരിച്ചാൽ മതി, റൊട്ടേറ്റ്. ഇനി നമുക്ക് സർക്കിൾസ് ഉണ്ട്. സർക്കിൾസിന് നമ്മളെന്ത് ചെയ്യുക, ഡയമെൻഷൻ എങ്ങനെ കൊടുക്കുക? സർക്കിൾസിന് 2 ടൈപ്പിൽ നമ്മൾ ഡയമെൻഷൻ കൊടുക്കുക, ഒന്ന് റേഡിയസും ഒന്ന് ഡയമീറ്ററും. ഇതാ ഇപ്പോൾ കണ്ടില്ലേ, ആ ഡയമെൻഷൻ്റെ അടുത്തായിട്ട് തന്നെ റേഡിയസും ഉണ്ട് ഡയമെൻഷനും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക, റേഡിയസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക, സർക്കിളിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇത്ര പറഞ്ഞുള്ളൂ, വളരെ സിമ്പിളാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.